ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നല്ല അടിപൊളി പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ തന്നെ നമ്മുടെ ഈദ് മുബാറക്ക് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വരാനിരിക്കുന്ന സാന്ത്വനം 2-ൻ്റെ വിശേഷം കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ കൊടുക്കുക. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കണം. എന്നാലേ നമ്മളിടുന്ന ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ കൈകളിലെത്തുള്ളൂ. അങ്ങനെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനം, നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് നാളെയും മറ്റന്നായിട്ട് 1-2 ദിവസത്തിനകത്തായിരിക്കും ഞാൻ ഈ പറയുന്ന സീനും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം നമ്മുടെ തമിഴിൽ നടക്കുന്ന പാണ്ഡ്യൻ 2-ൻ്റെ അതേ പ്രൊമോ തന്നെയാണ്, അതേ എപ്പിസോഡ് തന്നെയാണ് നമ്മുടെ മലയാളത്തിലും വരുന്നത്. കുറച്ച് സ്പീഡപ്പ് നമ്മുടെ മലയാളത്തിലുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങൾ കേട്ടാലോ. അങ്ങനെ നമ്മുടെ അനുശ്രീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തൻ്റെ അച്ഛനും അമ്മയും ദേവമംഗലത്ത് ഒരുപാട് തന്നെ ഓർത്ത്, താൻ ചെയ്ത ആ തെറ്റോർത്ത് അവർ ഒരുപാട് നാണം കെടുകയും അല്ലെങ്കിൽ സങ്കടപ്പെടുകയൊക്കെ ചെയ്യണം. പക്ഷേ താൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അനു സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മീനു വിളിക്കുകയാണ് നമ്മുടെ അനുശ്രീനെ. അപ്പം മീനു വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാ, നിൻ്റെ റിസൾട്ട് വന്നോ അനുമോളെ? അപ്പോഴേക്കും അനുശ്രീ ചോദിച്ചു, ഞാൻ വിചാരിച്ചു എല്ലാ പേരും മറന്നു കാണുമെന്ന്, ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു, മീനുവട്ടത്തെങ്കിലും ഓർത്തല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അത് കൊള്ളാം, നിൻ്റെ കാര്യം അങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ മോളെ? എന്തായി റിസൾട്ടിൻ്റെ കാര്യം? ഇതുവരെ എത്തിയിട്ടില്ല മീനു ചേച്ചി, ഞാൻ എന്തായാലും എത്തുമ്പോൾ തന്നെ പറയാമെന്നൊക്കെ അനുശ്രീ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുശ്രീ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റിസൾട്ടൊക്കെ വരികയാണ്. അങ്ങനെ അനുശ്രീ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 100%, 100% മാർക്ക് അടുപ്പിച്ച് തന്നെ അനുശ്രീക്കുണ്ട്. അനുശ്രീ ആ കോളേജിലെ ടോപ്പാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ റിസൾട്ട് കണ്ട പാടെ തന്നെ അനുശ്രീക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അനുശ്രീ അപ്പോൾ തന്നെ നമ്മുടെ മീനുവിനെ വിളിച്ച് പറയുകയാണ്. അപ്പം മീനുവിന് അതിനേക്കാളേറെ സന്തോഷമായി കേട്ടോ. കാരണം ഇത്രയും മാർക്ക്, അപ്പോൾ ഇത് ദേവമംഗലത്ത് അറിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും മോളെ എന്നൊക്കെ പറയുകയാണ്. ആവോ ചേച്ചി, പിന്നെ ഇല്ലണ്ടോ, നിന്നെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നുള്ള ലക്ഷ്യമല്ലേ പിന്നെ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവർക്കിത് അറിയുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലെന്നാണോ നീ പറയണത്? അതിനുശേഷം മീനു അനുശ്രീക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അനുശ്രീ നേരെ ചെന്ന് നമ്മുടെ ഇന്ദിരാമ്മയുടെ അടുത്ത് പറയണേ എൻ്റെ റിസൾട്ട് വന്നു എന്ന്. അപ്പം നമ്മുടെ നന്ദിനി രാജശ്രീയും ഇന്ദിരാമ്മയുടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അനുശ്രീ എന്ന് അവരൊക്കെ അറിയുന്നത് അപ്പോഴാണ്. അപ്പം ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. എന്തായാലും ഇത് നമുക്ക് ആഘോഷിക്കുക തന്നെ വേണം. കാരണം മോള് കൃഷ്ണമംഗലത്ത് വന്നിട്ട് ആദ്യത്തെ ഒരു സന്തോഷമാണ്. അങ്ങനെ മുത്തശ്ശി നമ്മുടെ അലോകനെ വിളിച്ചിട്ട് പറയും, എടാ നീ എവിടെയും കൊണ്ടുവന്ന് പുറത്തൊക്കെ പോയി അവൾക്ക് കുറച്ച് ട്രീറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക, കാരണം അവളുടെ റിസൾട്ട് വന്നു എന്ന് പറയും. അപ്പം അലോകയ്ക്ക് റിസൾട്ടോ? അപ്പോൾ അനുശ്രീ പറയാം, അതേ അലോകെ എൻ്റെ റിസൾട്ട് വന്നു, എനിക്ക് 100% ഏകദേശം ഉണ്ട് മാർക്കെന്ന് പറയും. അപ്പോൾ എല്ലാവരും നിൽക്കുകയല്ലേ. അപ്പോൾ അലോകിന് പ്രത്യേകിച്ച് എതിർത്ത് അല്ലെങ്കിൽ പോയി പണി നോക്കടി അങ്ങനെ വല്ലതും പറയാൻ പറ്റുമോ? നാണക്കേടും ആവും, എല്ലാവരും കൂടെ കൊല്ലുകയും ചെയ്യും അലോകിനെ. അപ്പോൾ അലോക് ഫോർമാലിറ്റിക്ക് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു എന്ന് നമ്മുടെ അനുമോളും പറഞ്ഞു. കൺഗ്രാറ്റ്സ് മാത്രമല്ല, അവളെയും കൊണ്ട് പുറത്ത് പോകുന്നത് നമ്മുടെ നന്ദിനിയും രാജശ്രീ മുത്തശ്ശിയൊക്കെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ റെഡി ആയിട്ട് പോകണം കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇതേ സമയം നമ്മുടെ മീനാക്ഷി ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വൈകിട്ടെത്തേണ്. എത്തിയ സമയത്ത് മീനാക്ഷി ഭയങ്കര സന്തോഷത്തോടെയാണ് ദേവമംഗലത്ത് വരുന്നത്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ അനുശ്രീയുടെ ഈ റിസൾട്ടിനെ കുറിച്ച് അവരോടൊക്കെ ഒന്ന് പറയണ്ടേ. അങ്ങനെ നമ്മുടെ ഗോമതി അവിടെ നിൽക്കുന്നുണ്ട്, മിത്രയും നിൽപ്പുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷി ചെന്നിട്ട് പറയും, അതെ ഇന്ന് എനിക്കൊരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പം നമ്മുടെ ഗോമതി ചോദിക്കും, എന്താടി മോളെ ഇത്രയും വലിയ സന്തോഷം? പറ മീനാക്ഷി ചേച്ചി എന്നും മിത്രയും പറയട്ടോ. അതെ ഇന്ന് നമ്മുടെ അനുശ്രീയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം ഗോമതിക്ക് അനുശ്രീ എന്ന് കേട്ടപ്പോൾ തന്നെ ഗോമതി മുഖം മാറ്റിയെങ്കിലും റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നമ്മുടെ ഗോമതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അവൾക്ക് 100% അടുപ്പിച്ച് തന്നെ മാർക്കുണ്ട്, നല്ല റിസൾട്ടാണ്, കോളേജിലെ ടോപ്പ് അവൾ തന്നെയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നെഞ്ചിലൊക്കെ ഒരു വല്ലാത്ത സന്തോഷം ഗോമതിക്കൊക്കെ തോന്നി. മിത്ര പറഞ്ഞു, ആഹാ അല്ലെങ്കിലും അനുകുട്ടി നന്നായിട്ട് പഠിക്കും, അവൾ നല്ല മിടുക്കിയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗോമതി, പിന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല
പറഞ്ഞിട്ടില്ലേടി മീനു അവളെ കാര്യമൊന്നും ഈ ദേവമംഗലത്ത് സംസാരിക്കണ്ടെന്ന്, പിന്നെ നീ എന്തിനാ അവളുടെ കാര്യമൊക്കെ ഇവിടെ വന്ന് പറയണം? അതെ എൻ്റെ ഗോമതി അമ്മ അധികം വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. അനുവിൻ്റെ റിസൾട്ട് അറിയാൻ ആ ആകാംക്ഷയോടെ നിന്ന നിപ്പ് ഞാൻ വായിച്ചെടുത്തത് മുഖത്ത്, അതുകൊണ്ട് വലിയ നമ്പറൊന്നും ഇറക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്പർ എനിക്ക് അവളുടെ ഒരു കാര്യവും കേൾക്കണ്ട എന്ന് എന്നെ പറയും. എന്നിട്ട് അന്നേ ദിവസം കടയടിച്ച് വന്ന് നമ്മുടെ ബാലനും ദേവിയൊക്കെ കടയടിച്ച് വന്നപ്പോൾ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട്, അനുമോളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, അവൾക്ക് കോളേജിലെ ടോപ്പാണ്, ഏകദേശം 100% അടുപ്പിച്ച് എന്നെ അവൾക്ക് മാർക്കൊക്കെ ഉണ്ടെന്ന് പറയണേ. അത് കേട്ടപ്പോൾ നമ്മുടെ ദേവിക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ ബാലൻ്റെ ഉള്ളിലും ഒരു സന്തോഷം തോന്നി, എൻ്റെ മോള് അത്രയും നല്ല രീതിയിൽ മാർക്ക് മേടിച്ചെടുത്തല്ലോ. പക്ഷേ ഉള്ളിലെ സങ്കടം എന്താണ്, എൻ്റെ മോൾക്ക് ഇനി തുടർന്ന് ഒരു IAS കാര്യമാവാൻ പറ്റുമോ? വെറും കൃഷ്ണമംഗലത്തെ ഒരു അടുക്കളക്കാരിയായിട്ട് എൻ്റെ മോള് മാറില്ലേ? എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു എനിക്ക് ദേവിയുടെ കാര്യത്തിൽ എന്നൊക്കെയുള്ള ആ ഒരു ഇതായിരുന്നു. എന്നിട്ട് ബാല ഒന്നും മിണ്ടാണ്ട് എൻ്റെ റൂമിലോട്ട് പോവേണ്. അപ്പം നമ്മുടെ ഗോമതി ചെന്നിട്ട് പറയുന്നുണ്ട്, ബാലയിട്ട് എന്തിനാ വിഷമിക്കണത്? നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അവൾ, നമ്മുടെ മനസ്സിലും ഇല്ല. ഇനി അവളുടെ ഒരു കാര്യവും ഓർത്ത് ബാലയിട്ട് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയാം. എങ്ങനെ സങ്കടപ്പെടാണ്ടിരിക്കുമെന്ന ഗോമതി നീ പറയണത്? അങ്ങനെ പറിച്ചെറിയാൻ പറ്റുമോ? എല്ലാ മക്കളെക്കാട്ടിലും ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് നിനക്കറിയില്ലേ ഗോമതി എന്ന് പറഞ്ഞു. ഇനി എന്തിനാ ബാലേട്ട വിഷമിക്കണത്? അവൾ നമ്മളോട് ചെയ്ത ഈ ഒരു തീരാ ദുഃഖം നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ ഒരു നാണക്കേട് നമുക്ക് മറക്കാൻ പറ്റുമോ? ബാലേട്ടൻ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മിത്ര ഒരു പണി ഒപ്പിക്കുകയാണ്. അതായത് മിത്ര നേരെ നമ്മുടെ അലോകിനെ ഒന്ന് കാണേണ്ട. സ്വന്തം ബ്രദറിനെ പോലെയാണ് മിത്ര കൃഷ്ണമംഗലത്തായിരുന്നപ്പോൾ അലോക്. കാരണം ഒരു നല്ലൊരു ഫ്രണ്ട്സ് പോലെയാണ് അവർ. കാര്യം എന്ന് വെച്ചാൽ എന്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെയാണ് അവൾ കഴിഞ്ഞിരുന്നത്. പിന്നെ ദേവമംഗലത്തേക്ക് കല്യാണം കഴിച്ച് വന്നേ പിന്നെ അലോകിന് മിത്രേനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്തായാലും മിത്ര ഒരു നമ്പർ ഇട്ട് നോക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, അലോകിനെ കണ്ട് ഒരു കാര്യം പറയുന്നത്. അങ്ങനെ അലോകിനെ കണ്ട പാട് ഓടിച്ചെല്ലാണ് മിത്ര. എന്നിട്ട് പറയും, അലോകെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പം അലോക് ചോദിക്കും, എന്ത് കാര്യം പറയാനാ? അതെ, നീ നമ്മുടെ ദേവമംഗലത്തിൽ നിന്ന് അനുശ്രീ അവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നിനക്കറിയാലോ, ജീവൻ എന്നെ ഇവിടെ എൻ്റെ ഒരുപാട് സ്നേഹത്തോടെ എന്നെ ജീവനൊക്കെ എന്നെ കാണുന്ന അമ്മ ഗോമതി അപ്പച്ചിയാണെങ്കിലും എല്ലാവരും എന്നോട് ഒരുപാട് സ്നേഹത്തിലാണ്. പക്ഷേ ജീവൻ അനു നീ കല്യാണം കഴിച്ച് പിന്നെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അലോക് എങ്ങനെയാണോ അനുവിൻ്റെ അടുത്ത് പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും നീയും ഞാനും തമ്മിലുള്ള ജീവിതം. അവളെ എങ്ങാനും അവൻ ഒരടി അടിച്ചാൽ ഇവിടെ നിനക്ക് ഞാൻ 2 അടി തരും എന്ന രീതിയിലൊക്കെയാണ് ജീവൻ ഇപ്പോൾ പറയണേന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വന്ന വേറൊന്നുമല്ല, നീ അനുവിനെ പൊന്നുപോലെ നോക്കണം. അനുവിൻ്റെ ജീവിതം അവിടെ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ദേവമംഗലത്ത് എൻ്റെ ജീവിതം. അതൊന്ന് പറയാനേ അലോകയെന്ന് പറഞ്ഞു. ആര് പറയണു? ഞാൻ അവളെ സ്നേഹിച്ച് ഭാര്യയായിട്ട് അവളെ പൊന്നുപോലെ നോക്കാനോ? നിനക്കെന്താ പറ്റി? വേണമെങ്കിൽ അവനെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വാടിയെന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലൊക്കെ അലോക് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം മിത്ര പറഞ്ഞു, എന്താ അലോകെ, ഞാൻ നിൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയല്ലേ, പിന്നെ നീ എന്തിനാണ് എന്നെ അങ്ങനെ തഴഞ്ഞ് കളയണത്? ഞാൻ പറഞ്ഞ കാര്യം നീ മനസ്സിൽ തന്നെ വെക്കണം. ഒരിക്കലുമില്ല, അനുശ്രീനെ സ്നേഹിക്കുന്ന പരിപാടി എൻ്റെ മനസ്സിലേ ഇല്ല എന്ന് പറയാം. അപ്പോഴേക്കും മിത്രയ്ക്ക് മനസ്സിലായി അലോകിനെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെ മിത്ര എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ മിത്രയുടെ അച്ഛൻ അനന്തനെ വിളിക്കുകയാണ്. അച്ഛൻ, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അത്യാവശ്യമായിട്ട്, അച്ഛൻ ഇന്നൊരു സ്ഥലത്ത് വരാമോ എന്ന് ചോദിക്കണം. അപ്പോൾ അനന്തൻ പറയും, ഞാൻ വരാൻ മോളേന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനന്തനെ വിളിച്ചു വരുത്തിയിട്ട് മിത്ര ഇതേ നമ്പർ തന്നെ അനന്തൻ്റെ അടുത്തും അടിക്കുകയാണ്. ജീവൻ അനുവിനെ എങ്ങനെയാണോ അലോക് അവിടെ കാണുന്നത് ആ രീതിയിൽ എന്നെ ഇവിടെ ഇനി സ്നേഹിക്കുകയും കാണുകയുള്ളൂ അച്ഛാ. അതുകൊണ്ട് അലോക് കാരണം എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ട് പോകരുത് എന്നൊക്കെ അനന്തൻ്റെ അടുത്ത് പറയണം. അപ്പം അനന്തൻ പറഞ്ഞു, നീ അതോർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ എന്തായാലും അവനെ കണ്ട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനന്തൻ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അച്യുതൻ്റെ അടുത്തും അലോകിൻ്റെ അടുത്തും വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം. അതായത് നമുക്ക് ബാലനും ഗോമതിയായിട്ടാണ് ശത്രുത ദേവമംഗലത്തുണ്ടായിരുന്നത്. പക്ഷേ ആ ശത്രുതയുടെ ദേഷ്യം ഒരിക്കലും അനുശ്രീയുടെ അടുത്ത് നീ കാണിക്കരുത് അലോക്. കാരണം എന്ന് വെച്ചാൽ അവളൊരു പെൺകുട്ടിയാണ്, നമ്മുടെ മിത്രയെ പോലെ തന്നെ അതൊരു പെൺകുട്ടിയാണ്, നീ സ്നേഹിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന പെൺകുട്ടിയാണ്. അവളെ ഒരിക്കലും ഒരു കാരണത്താലും കൃഷ്ണമംഗലത്തിട്ട് കഷ്ടപ്പെടുത്തുകയോ കരയിപ്പിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അനന്തൻ. അപ്പം ആലോകും അച്യുതനും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ അനന്തൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പറയുകയാണ്, അല്ല ഏട്ടൻ ഈ ഇടയായിട്ട് ഭയങ്കര മാറ്റമാണ്. അനുവിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേ പിന്നെ ശത്രുത
ശത്രു ഒന്നും ഇപ്പം ഇല്ലയെന്നുള്ള ഒരു തോന്നലാണ് എന്നൊക്കെ ഇങ്ങനെ അച്യുതൻ പറയുന്നുണ്ട്. അപ്പോൾ അലോക് പറയും അതൊന്നും അല്ല അച്ഛാ കാരണം, ഇപ്പം അവിടെ ഇച്ചിരി കൂറ് തോന്നാൻ കാരണം മിത്ര എന്നെ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നതുപോലെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, മിക്കവാറും വലിയച്ഛനെയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും, അതായിരിക്കും വലിയച്ഛൻ വന്ന് ഇന്ന് തന്നെ എനിക്ക് ഈ ഒരു ക്ലാസ് തന്നെയെന്ന് പറഞ്ഞു. ഓ അതാണ് കാര്യം എന്നിങ്ങനെ അച്യുതൻ ഒരു നിമിഷം ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ അനു ഇതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഒരു ദിവസം അനന്തനും അച്യുതനും അലോകും ഒക്കെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ അവസരം മുതലാക്കിക്കൊണ്ട് നമ്മുടെ അനു മാമാന്നോ അങ്ങനെ എന്തോ ആണ് നമ്മുടെ അനന്തനെ വിളിക്കണ, അമ്മാവാന്നോ അങ്ങനെ എന്തോ, അപ്പം വിളിച്ചിട്ട് പറയാം അമ്മാവ അനന്തൻ അമ്മാവ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ അലോക് ഉൾപ്പെടെ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കണം, ഇനി എവിടെ എന്ത് കാര്യമാണാവോ പറയാൻ പോണത്. അപ്പോഴേക്കും അനു പറയുന്നുണ്ട് അതെ എനിക്ക് ഇവിടെ ഇടാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ളൂ, എനിക്ക് ദേവമംഗലത്ത് പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരികയെന്ന് വെച്ചാൽ അത് മോശമല്ലേ, എനിക്ക് ഇവിടെ ഡ്രസ്സൊന്നും വാങ്ങിത്തരാൻ ആരും ഇല്ല, അത് കൃഷ്ണമംഗലത്തിന് മോശമല്ലേ, എനിക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അലോകിനോട് മേടിച്ച് തരാനായിട്ട് പറയണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനന്തം പറഞ്ഞു അതാണോ മോളെ, അതാണോ നീ ഇങ്ങനെ ഇത്ര റിക്വസ്റ്റ് ചെയ്തൊക്കെ പറയേണ്ട കാര്യം എന്തിരിക്കണോ, അലോകെ നീ ഇന്ന് തന്നെ അവളെയും കൊണ്ട് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അലോകും മനസ്സിൽ ചിന്തിക്കണം അവളുടെ ഒരു സാധനം മേടിക്കില്ല, ശരി വലിച്ചാന്ന് ഇങ്ങനെ അലോക് പറയുന്നുണ്ട്. അങ്ങനെ അനുവിനെയും കൂട്ടി അലോക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുകയാണ് കേട്ടോ. അപ്പം വില കൂടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ അനു എടുക്കുകയാണ്. അപ്പോഴാണ് അലോക് ഇരുന്ന് ചിന്തിക്കുന്നത് ഇവക്കിട്ടൊരു 8ൻ്റെ പണി കൊടുത്താലോ. അങ്ങനെ നമ്മുടെ അനുശ്രീ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി ബില്ലടിക്കാൻ പറഞ്ഞ സമയത്ത് അലോകിനെ നോക്കുമ്പോൾ അലോകിനെ കാണുന്നില്ല, ഇതെവിടെ പോയി. പക്ഷേ അലോകിനെ വെട്ടുന്ന നമ്പർ നമ്മുടെ അനുശ്രീയുടെ കയ്യിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അലോക് പോലും അറിയാണ്ട് അനുശ്രീ ആ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഓൾറെഡി തന്നെ കൈക്കലാക്കിയിരുന്നു. അങ്ങനെ അലോക് ഓടി വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛാ അവക്കിട്ട് ഞാൻ ഇന്നൊരു 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. അതെന്താടാ മോനെ, അതെ അവളെ ഞാൻ ടെക്സ്റ്റൈൽസ് ആക്കിയിട്ട് ഇങ്ങനെ പോകുന്നു, അവളിപ്പോൾ അവിടെ ബില്ലിട്ടിട്ട് എന്നെ നോക്കുമ്പോൾ കാണില്ല, മിക്കവാറും നാണം കെടും എന്ന് പറഞ്ഞു. ശരി നീ എന്ത് പണിയാടാ കാണിച്ചെന്ന് അച്യുതൻ അലോകിനടുത്ത് പറയണ്. ആ സമയത്ത് നമ്മുടെ അലോകിൻ്റെ ഫോണിൽ തുരുതുരുതുരേ മെസ്സേജ് ഇങ്ങനെ വരികയാണ്, 10,000 25,000 30,000 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അലോക് ചോദിച്ചു, അച്യുതൻ ചോദിച്ചു ഇതെന്നാടാ നിൻ്റെ ഇത്രയും മെസ്സേജ്. അപ്പോഴാണ് അലോക് എടുത്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അലോക് പറഞ്ഞു അല്ല എൻ്റെ കാർഡിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അച്ഛാ. അപ്പോഴേക്കും അച്യുതൻ ചോദിച്ചു നീ എന്നെ ആ തുണിക്കടയിൽ നിൻ്റെ കാർഡ് കൊടുത്തിട്ടാണോ വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അലോക് പറയും ഇല്ല, ഇത് അവൾ എനിക്കിട്ട് എന്തോ പണി തന്നേക്കണം, എൻ്റെ കാർഡ് മിക്കവാറും അവൾ ഇസ്കി കാണും. അങ്ങനെ അലോക് ഓടിപ്പിടിച്ച് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ നിറയെ സാധനങ്ങൾ മേടിച്ച് നിൽക്കുന്ന അനുവിനെയാണ് കാണുന്നത്. അനു ബില്ലൊക്കെ പേ ചെയ്ത് റെഡി ആയിട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നിന്നെ ഞാൻ ശരിയാക്കി തരാടി, നീ വീട്ടിലേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് അനുവിനിട്ട് വെല്ലുവിളിച്ചിട്ട് അലോക് കാർക്ക് വരെയാണ്, അനു ഓട്ടോറിക്ഷയ്ക്കും വരെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനി വരുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ അലോക് നല്ലൊരു പണി നമ്മുടെ അനുശ്രീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, പുറത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അലോക് അനുശ്രീനെ വഴിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടെ ചേർന്നിട്ട് നമ്മുടെ സുകന്യക്കിട്ട് നല്ല 8ൻ്റെ പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വരച്ച വരയിൽ അവർ നിർത്തുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ സുകന്യേട്ടത്തിയുടെ എല്ലാ കാര്യങ്ങളും പൊട്ടിപ്പാളിശാവും. എല്ലാവരുടെ അടുത്ത് ദേവമംഗലക്കാരുടെ അടുത്ത് തെളിവ് സഹിതം നിരത്തുമെന്നും പറഞ്ഞ് ഇപ്പം പേടിപ്പിച്ച് ഞാണിമേ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നാളത്തെ ഇനി വരാനിരിക്കുന്ന 2 ദിവസത്തെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് അടിക്കാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.